ചാണക്യനീതി. ഈ 5 പേരെ ഒരിക്കലും ശത്രുക്കളാക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇത് തീർച്ചയായും കേട്ടിട്ടുണ്ടാകും. ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കാൻ പഠിക്കുക. ശത്രുവിനെ തിരിച്ചറിയുക. ശത്രുവിനെ പരാജയപ്പെടുത്തുക. എന്നാൽ ചില ആളുകളെ നിങ്ങൾ ശത്രുവാക്കിയാൽ അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷവും സമാധാനവും വിജയവും ആ ശത്രുതയുടെ തീയിൽ ചാമ്പലാകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൗടില്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തനെന്നും നാം വിളിക്കുന്ന ചാണക്യൻ തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയിൽ നിന്നും രാഷ്ട്രീയത്തിലെ തീവ്രമായ അനുഭവങ്ങളിൽ നിന്നും ചില ശത്രുക്കളോട് പോരാടുന്നത് സ്വന്തം കാലിൽ കോടാലിയിടുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കിയിരുന്നു. ശത്രുവിനെ തിരിച്ചറിയുന്നതിനു മുമ്പ് അവനെ ശത്രുവാക്കാൻ പാടില്ല എന്ന് തിരിച്ചറിയുന്നവനാണ് ബുദ്ധിമാനെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചാണക്യന്റെ ആ രഹസ്യനീതിയെക്കുറിച്ചാണ്. ജീവിതത്തിൽ ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ ശത്രുവാക്കാൻ പാടില്ലാത്ത ആ 5 ആളുകൾ ആരൊക്കെയെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇതിലെ ഏറ്റവും അപകടകരമായ കാര്യം ഈ 5 ആളുകളും നിങ്ങളുടെ ചുറ്റുപാടും തന്നെ ഉണ്ടെന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ, ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ, ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ. ഇവരിൽ ഒരാളെയെങ്കിലും നിങ്ങൾ അബദ്ധത്തിൽ ശത്രുവാക്കിയാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്വപ്നവും സാക്ഷാത്കരിക്കപ്പെടില്ല. ഈ വീഡിയോ അവസാനം വരെ കാണുക, കാരണം അവസാനത്തെ പോയിന്റ് ഏറ്റവും അപകടകരമാണ്. അതിനെക്കുറിച്ച് ഇതിനുമുമ്പ് ആരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകില്ല. ആ അവസാനത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെത്തന്നെ രക്ഷിച്ചു എന്ന് മനസ്സിലാക്കുക. എന്നാൽ നിൽക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾക്കായി വീഡിയോ തയ്യാറാക്കാൻ ഞങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്നു. അതിനു പകരമായി നിങ്ങൾക്ക് ഒരു ലൈക്കും മനോഹരമായ ഒരു കമന്റും നൽകാൻ കഴിയും. വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ ചാണക്യനെക്കുറിച്ച് പറയുമ്പോൾ പുരാതനനായ ഒരു ആചാര്യനെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. സ്വന്തം ബുദ്ധികൊണ്ട് ഒരു സാധാരണ ബ്രാഹ്മണനിൽ നിന്ന് തുടങ്ങി വിശാലമായ മഗധ സാമ്രാജ്യത്തിന്റെ കിരീടം തന്റെ ശിഷ്യനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ ശിരസിൽ അണിയിച്ച ഒരു മനുഷ്യനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപാരമായ സമ്പത്തും വലിയ സൈന്യവുമുള്ള നന്ദവംശത്തിലെ ആ ശക്തനായ രാജാവ് ധനാനന്ദനെ അദ്ദേഹം തന്റെ നയങ്ങൾ കൊണ്ട് മാത്രം തറപറ്റിച്ചു. എന്നാൽ ഇതിനെല്ലാമിടയിൽ ചാണക്യൻ നൽകിയ ഏറ്റവും വലിയ പാഠമെന്തെന്നാൽ യുദ്ധക്കളത്തിൽ വിജയിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. മറിച്ച് നിങ്ങളുടെ സ്വന്തം ആളുകളായി നടിക്കുകയും പിന്നീട് നിങ്ങളുടെ ശത്രുക്കളായി മാറുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ചാണക്യന്റെ ശത്രുനീതി രാജാക്കന്മാർക്ക് മാത്രമല്ല, ജീവിതത്തിൽ സ്ഥിരതയും ബഹുമാനവും വിജയവും ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വേണ്ടിയുള്ളതായിരുന്നു. ബുദ്ധിപൂർവ്വം അകലം പാലിക്കേണ്ടതും ഒരിക്കലും ശത്രുവാക്കാൻ പാടില്ലാത്തതുമായ ആ 5 ആളുകളെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്നാമത്തെ വ്യക്തി, നിങ്ങളുടെ സന്തോഷം കണ്ട് അസൂയപ്പെടുന്ന, നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്ന വ്യക്തിയെ ഒരിക്കലും നിങ്ങളുടെ ശത്രുവാക്കരുത് എന്ന് ചാണക്യൻ പറയുന്നു. ഓർക്കുക, ഈ അസൂയാലുവായ വ്യക്തി പലപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ആളായിരിക്കും. അത് നിങ്ങളുടെ ബന്ധുവാകാം, നിങ്ങളുടെ അയൽക്കാരനാകാം, നിങ്ങളുടെ സഹപ്രവർത്തകനാകാം, നിങ്ങളുടെ കൂടെ വളർന്ന നിങ്ങളുടെ സുഹൃത്തു പോലുമാകാം. അസൂയ എന്നത് പുകയില്ലാതെ കത്തുന്നൊരു തീയാണ്. നിങ്ങൾ പുരോഗതി പ്രാപിക്കുമ്പോൾ, നിങ്ങൾ പുതിയ വാഹനം വാങ്ങുമ്പോൾ, നിങ്ങളുടെ കുട്ടി നല്ലൊരു സ്കൂളിൽ പോകുമ്പോൾ ഈ വ്യക്തി പുറമെ പുഞ്ചിരിക്കും, എന്നാൽ ഉള്ളിൽ അവൻ എരിയാൻ തുടങ്ങും. അത്തരമൊരു വ്യക്തിയെ നിങ്ങൾ ശത്രുവാക്കിയാൽ എന്തു സംഭവിക്കും എന്നതാണ് ചോദ്യം. അസൂയാലുക്കളായ ശത്രുക്കൾ ഏറ്റവും അപകടകാരികളാണെന്ന് ചാണക്യൻ പറയുന്നു. കാരണം അവർ നിങ്ങളുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നില്ല. അവൻ നിങ്ങൾക്ക് പിന്നിൽ അദൃശ്യമായ വലകൾ നെയ്യുന്നു. അവൻ നിങ്ങളുടെ തെറ്റുകൾ പെരുപ്പിച്ചു കാണിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അവൻ നിങ്ങളുടെ വിജയത്തിനു പിന്നിൽ ഗൂഢാലോചന നടത്തുന്നു. ഏറ്റവും പ്രധാനമായി, നിങ്ങൾ ഏറ്റവും ദുർബലരായിരിക്കുന്ന സമയത്ത് അവൻ നിങ്ങളെ ആക്രമിക്കുന്നു. ഞാനൊരു കഥ പറയാം. ഒരു ഗ്രാമത്തിൽ രാമു, ശ്യാമു എന്നീ 2 കർഷകർ താമസിച്ചിരുന്നു. രാമു അധ്വാനിയായിരുന്നു. അവന്റെ വിളവ് എപ്പോഴും മികച്ചതായിരുന്നു. ശ്യാമു അലസനായിരുന്നു. അവന്റെ വിളകൾ ഉണങ്ങിപ്പോയി. ശ്യാമുവിന്റെ മനസ്സിൽ രാമുവിനോട് അസൂയയുണ്ടായിരുന്നു. എന്നാൽ അവൻ രാമുവിനെ സുഹൃത്തായി നിലനിർത്തി. ഒരു ദിവസം രാമു പുതിയൊരു കിണർ കുഴിച്ചപ്പോൾ ശ്യാമു രഹസ്യമായി ആ കിണറ്റിൽ വിഷം കലർത്തി. തന്റെ സുഹൃത്തു തന്നെ ശത്രുവായി മാറിയെന്ന് രാമു അറിഞ്ഞതുപോലുമില്ല. ഇതൊരു കഥ മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. അസൂയയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ ശത്രുവാക്കിയാൽ അവൻ നിങ്ങളുടെ വിജയത്തിന്റെ എല്ലാ ഉറവിടങ്ങളെയും വിഷലിപ്തമാക്കാൻ ശ്രമിക്കും. അത്തരക്കാരിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ചാണക്യൻ ഉപദേശിക്കുന്നത്. നിങ്ങളുടെ പൂർണ്ണമായ സന്തോഷം അവരുടെ മുന്നിൽ കാണിക്കരുത്. നിങ്ങളുടെ മുഴുവൻ പദ്ധതിയും ആരോടും പറയരുത്. ഏറ്റവും പ്രധാനമായി അവരോട് തർക്കിക്കരുത്. അവരെ നിങ്ങളുടെ ശത്രുവായി പ്രഖ്യാപിക്കരുത്. നിങ്ങൾ അവരുമായി ഏറ്റുമുട്ടിയാൽ അവർ കൂടുതൽ അപകടകാരികളാകും. അവരെ കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അവരുടെ അസൂയ ഒരു തമാശയായി കണ്ട് നിങ്ങളുടെ കഠിനാധ്വാനം തുടരുക എന്നതാണ്. എന്നാൽ എപ്പോഴും ജാഗ്രത പാലിക്കുക. രണ്ടാമത്തെ വ്യക്തി, ചിന്തിക്കാതെ സംസാരിക്കുന്ന നാവിന്മേൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത വ്യക്തിയെ ഒരിക്കലും സ്വന്തം ശത്രുവാക്കരുതെന്ന് ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ ആവർത്തിച്ച് ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്. ഇവർ മുഖത്തു നോക്കി സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ തുറന്നടിക്കുന്നവരോ ആണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ആളുകൾക്ക് അവരുടെ നാവുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അത്തരമൊരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രശ്നം
അവന് തന്റെ വാക്കുകളുടെ വിലയോ തന്റെ വാക്കുകളുടെ അനന്തരഫലങ്ങളോ അറിയില്ല എന്നതാണ്. അത്തരമൊരു വ്യക്തിയെ നിങ്ങൾ ശത്രുവാക്കിയാൽ നിങ്ങളുടെ പ്രതിച്ഛായയെ എന്നേക്കുമായി നശിപ്പിക്കുന്ന കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരു ആയുധം നിങ്ങൾക്കെതിരെ നിങ്ങൾ ഉയർത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. വാക്കുകൾ അമ്പുകൾ പോലെയാണെന്ന് ചാണക്യൻ പറയുന്നു. ഒരിക്കൽ പോയാൽ പിന്നെ അവ തിരികെ വരില്ല. ലക്ഷ്യമില്ലാതെ ഈ അമ്പ് പ്രയോഗിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ്. യഥാർത്ഥ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കമ്പനിയിൽ 2 മാനേജർമാരുണ്ടായിരുന്നു. ഒരാൾ വളരെ ശാന്തനും അധ്വാനിയുമായിരുന്നു. രണ്ടാമൻ വളരെ വായാടിയും ആവേശത്തിൽ എന്തും വിളിച്ചു പറയുന്ന പ്രകൃതക്കാരനുമായിരുന്നു. ശാന്തനായ മാനേജർ വായാടിയായ മാനേജറുമായി ഒരിക്കലും വഴക്കിട്ടിരുന്നില്ല. എന്നാൽ ഒരിക്കൽ ഒരു ഓഫീസ് പാർട്ടിയിൽ ചെറിയൊരു തർക്കമുണ്ടാകുകയും ശാന്തനായ മാനേജർ അവനെ തടയുകയും ചെയ്തു. അടുത്ത ദിവസം മുതൽ ആ വായാടിയായ മാനേജർ ശാന്തനായ മാനേജർ അഴിമതിക്കാരനാണെന്ന് എല്ലാവരോടും പറയാൻ തുടങ്ങി. അവൻ കമ്പനിയുടെ പണം അപഹരിച്ചെന്നും അയാളുടെ നിയമനം തെറ്റായ രീതിയിലാണെന്നും പ്രചരിപ്പിച്ചു. ഇതെല്ലാം നുണയായിരുന്നു. എന്നാൽ സത്യം പുറത്തുവരുമ്പോഴേക്കും കമ്പനിയിലുടനീളം ശാന്തനായ മാനേജറുടെ പ്രതിച്ഛായ തകർന്നു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. അത്തരക്കാരോട് എപ്പോഴും മധുരമായി സംസാരിക്കുക എന്നതാണ് ചാണക്യന്റെ നയം. അവരുമായി ഒരിക്കലും കടുത്ത വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടരുത്. അവർ തെറ്റായ എന്തെങ്കിലും പറഞ്ഞാൽ പുഞ്ചിരിച്ചുകൊണ്ട് അത് ഒഴിവാക്കുക. എന്നാൽ അവരെ നിങ്ങളുടെ ശത്രുവാക്കരുത്. മൂന്നാമത്തെ വ്യക്തി നിങ്ങളോട് എപ്പോഴും യോജിക്കുന്ന, നിങ്ങളുടെ വാക്കുകളെ ഒരിക്കലും ഖണ്ഡിക്കാത്ത, എന്തിനും നിങ്ങളെ പ്രശംസിക്കുന്ന വ്യക്തിയെ ഒരിക്കലും നിങ്ങളുടെ ശത്രുവാക്കരുത് എന്ന് അദ്ദേഹം പറയുന്നു. അത്തരമൊരു വ്യക്തി നല്ലവനാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ ചാണക്യന്റെ കാഴ്ചപ്പാട് വളരെ ആഴത്തിലുള്ളതായിരുന്നു. എല്ലാ കാര്യത്തിലും നിങ്ങളോട് യോജിക്കുന്ന വ്യക്തി ഒന്നുകിൽ നിങ്ങളെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിക്കാൻ പദ്ധതിയിടുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അത് കൈപ്പേറിയതാണെങ്കിലും നിങ്ങളോട് സത്യം പറയുകയും ചെയ്യുന്നവനാണ്. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും അതേ എന്ന് പറയുന്നവൻ യഥാർത്ഥത്തിൽ നിങ്ങളെ അന്ധനാക്കുകയാണ്. അവൻ നിങ്ങളുടെ ബലഹീനതകൾ മറയ്ക്കുന്നു. നിങ്ങൾ അവനെ പൂർണ്ണമായും ആശ്രയിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ ദോഷം ചെയ്യുന്നു. നിങ്ങൾ അവനെ ശത്രുവായി പ്രഖ്യാപിച്ചാൽ തന്റെ യഥാർത്ഥ മുഖം കാണിക്കാൻ അവൻ ഭയപ്പെടുകയില്ല. തുടർന്ന് അവൻ നിങ്ങൾക്കെതിരെ പരസ്യമായി ഗൂഢാലോചന നടത്തും. അവരുമായി യോജിക്കുക, എന്നാൽ നിങ്ങളുടെ സുപ്രധാന തീരുമാനങ്ങൾ അവരെ ഏൽപ്പിക്കരുത്. അവരിൽ നിന്ന് അകലം പാലിക്കുക, എന്നാൽ അവരെ നിങ്ങളുടെ ശത്രുവാക്കരുത്. നാലാമത്തെ വ്യക്തി അധികാരവും സ്ഥാനവുമുള്ളവരും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ ആ അധികാരം ഉപയോഗിക്കുന്നവരുമാണ് നാലാമത്തെ വ്യക്തി. അധികാരത്തിലിരിക്കുന്ന വ്യക്തി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായാലും കമ്പനിയുടെ ബോസ് ആയാലും കുടുംബനാഥനായാലും അയാളുടെ പ്രകൃതം ആധിപത്യം സ്ഥാപിക്കുന്നതാണെങ്കിൽ അയാളെ ഒരിക്കലും ശത്രുവാക്കരുതെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങൾ അത്തരമൊരു വ്യക്തിയെ ശത്രുവാക്കിയാൽ നിയമപരമായ വഴികളിലൂടെ അവന് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയും. അത്തരമൊരു വ്യക്തിയോട് പോരാടുന്നതിൽ നിങ്ങളുടെ ഊർജ്ജവും സമയവും പണവുമെല്ലാം നഷ്ടപ്പെടുന്നുവെന്നതാണ് ഏറ്റവും മോശമായ കാര്യം. ധനാനന്ദ രാജാവിന്റെ അപമാനം സഹിക്കേണ്ടി വന്നപ്പോൾ ചാണക്യൻ സ്വയം ഇതനുഭവിച്ചതാണ്. ധനാനന്ദൻ അധികാരത്തിലായിരുന്നു. ചാണക്യൻ അവനെ ശത്രുവാക്കി. എന്നാൽ അദ്ദേഹം നേരിട്ട് ഏറ്റുമുട്ടിയില്ല, മറിച്ച് ക്ഷമയോടെ കാത്തിരുന്ന് തന്ത്രങ്ങൾ മെനയുകയും ഒടുവിൽ ആ ഭരണാധികാരിയായ ശത്രുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ ശക്തനായൊരു വ്യക്തിയുണ്ടെങ്കിൽ അവനുമായി ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കുക എന്നതാണ് ചാണക്യന്റെ നയം. അവനെ ശത്രുവാക്കുന്നതിനു പകരം അവനുമായി സന്ധി ചെയ്യുക. അവന്റെ അധികാരത്തെ വെല്ലുവിളിക്കാതെ തന്നെ നിങ്ങളുടെ കാര്യം നടപ്പിലാക്കാൻ കഴിയുന്ന വഴികൾ കണ്ടെത്തുക. അഞ്ചാമത്തെ വ്യക്തി. ഇനി നമ്മൾ അഞ്ചാമത്തെയും ഏറ്റവും അപകടകാരിയായ വ്യക്തിയിലേക്കുമെത്തുന്നു. ചാണക്യൻ ഏറ്റവും കൂടുതൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇയാളെക്കുറിച്ചാണ്. അഞ്ചാമത്തെ വ്യക്തി നിങ്ങളുടേതാണ്, നിങ്ങളുടെ സ്വന്തം കുടുംബമാണ്. എന്നാൽ അവന്റെ സ്വഭാവം വഞ്ചനാപരമായിരിക്കും. നിങ്ങളോട് അസൂയപ്പെടുന്ന, നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്ന, നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന സ്വന്തം വീട്ടിലെ അംഗത്തെ ഒരിക്കലും ശത്രുവാക്കരുത് എന്ന് ചാണക്യൻ പറയുന്നു. ഇത് ഏറ്റവും വേദനാജനകവും സങ്കീർണവുമായ സാഹചര്യമാണ്. കാരണം ഒരു കുടുംബാംഗത്തിന് നിങ്ങളുടെ എല്ലാ ബലഹീനതകളും അറിയാം. അവൻ നിങ്ങളെ ഉള്ളിൽ നിന്ന് പൊള്ളയാക്കും. ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഒറ്റക്കായിരിക്കുമെന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളോട് പകയുള്ള ഒരാളുണ്ടെങ്കിൽ അയാളുമായി നേരിട്ട് ഏറ്റുമുട്ടരുത് എന്നതാണ് അദ്ദേഹത്തിന്റെ ഉപദേശം. അവനെ ശത്രുവായി പ്രഖ്യാപിക്കരുത്, കാരണം അപ്പോൾ അവൻ കൂടുതൽ സജീവമാകും. മറിച്ച് അവനിൽ നിന്ന് അകന്നു നിൽക്കുക. നിങ്ങളുടെ സുപ്രധാന തീരുമാനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കരുത്. നിങ്ങളുടെ രഹസ്യങ്ങൾ അവനിൽ നിന്ന് മറച്ചുവെക്കുക. ഇവരെ എങ്ങനെ നേരിടാം? അസൂയയുള്ള വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ വിജയം മറച്ചുവെക്കുക എന്നതാണ് ചാണക്യന്റെ ആദ്യ തന്ത്രം. എന്നാൽ നിങ്ങളുടെ വിജയം മറച്ചുവെക്കാൻ സാധിച്ചില്ലെങ്കിൽ അസൂയയുള്ള വ്യക്തിയോട് അവൻ നിങ്ങളെക്കാൾ വലിയവനാണെന്ന മട്ടിൽ പെരുമാറുക. ചിന്തിക്കാതെ സംസാരിക്കുന്ന വ്യക്തിയുമായി ഒരിക്കലും തർക്കിക്കരുത് എന്നതാണ് ചാണക്യന്റെ നയം. അവന്റെ വാക്കുകൾ എത്ര ഉറക്കെ പറഞ്ഞാലും സത്യത്തിന് അതിന്റേതായ ശക്തിയുണ്ടെന്ന് ചാണക്യൻ പറയുന്നു. എപ്പോഴും നിങ്ങളോട് യോജിക്കുന്ന ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. നിങ്ങളോട് സത്യം പറയാൻ ധൈര്യമുള്ളവരോട് അടുത്തിടപഴകുക. അധികാരത്തിലിരിക്കുന്ന ശത്രു ഉണ്ടെങ്കിൽ അവനുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിനു പകരം നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ സ്വന്തം വീട്ടിലെ ശത്രുവിനെ നേരിടാൻ ആദ്യം നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക.
ഒരു തവണ ശത്രുവായാൽ അവനെ ഭയപ്പെട്ടിട്ട് കാര്യമില്ല. അസൂയാലുവായ ശത്രുവിനോട് യുദ്ധം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അവനെ അവന്റെ അസൂയയുടെ അഗ്നിയിലെരിയാൻ അനുവദിക്കുക എന്നതാണ്. ചിന്തിക്കാതെ സംസാരിക്കുന്ന ശത്രുവിന്റെ വാക്കുകൾ അവഗണിക്കുക. എപ്പോഴും യോജിക്കുന്ന ശത്രുവിനോട് അകലം പാലിച്ച് സ്വന്തം രഹസ്യങ്ങൾ മറച്ചുവയ്ക്കുക. അധികാരമുള്ള ശത്രുവിനോട് നേരിട്ട് യുദ്ധം ചെയ്യാതെ സ്വന്തം ശക്തി വർദ്ധിപ്പിച്ച് ശരിയായ സമയത്തിനായി കാത്തിരിക്കുക. സ്വന്തമാളായ ശത്രുവിനെ അവഗണിക്കുക, എന്നാൽ സ്വന്തം അതിരുകൾ ശക്തമായി നിലനിർത്തുക. ഒരിക്കലും അവനോട് പ്രതികാരബുദ്ധി കാണിക്കരുത്. ഒരു യഥാർത്ഥ സുഹൃത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ചാണക്യൻ വിവരിച്ചിട്ടുണ്ട്. 1. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന സുഹൃത്ത്, അതെത്ര കൈപേറിയതായാലും. 2. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സുഹൃത്ത്. 3. നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടാതെ സന്തോഷിക്കുന്ന സുഹൃത്ത്. 4. നിങ്ങളിൽ നിന്ന് യാതൊരു സ്വാർത്ഥ താൽപ്പര്യവുമില്ലാത്ത സുഹൃത്ത്. 5. നിങ്ങളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ള സുഹൃത്ത്. ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ ഉള്ളിലാണെന്നതാണ് ഏറ്റവും വലിയ പാഠം. ഉള്ളിലെ കോപം, അത്യാഗ്രഹം, അഹംഭാവം, ഭയം, മോഹം എന്നിവയെ ജയിക്കുന്നതുവരെ പുറത്തുള്ള ഒരു ശത്രുവിനും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിലെ ശത്രുവിനെ ആദ്യം തിരിച്ചറിഞ്ഞ് അവനെ ജയിക്കുക. അപ്പോൾ പുറത്തുള്ള ശത്രുക്കൾ നിങ്ങളുടെ മുന്നിൽ വളരെ ചെറുതായി മാറും.